നമസ്കാരം. ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു ബിസിനസ് എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് കാലങ്ങൾ ഞാൻ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുകയും അവിടെ എന്നെ ലാഭത്തിലാക്കാൻ ചെയ്യാതെ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് ഞാൻ ആദ്യം കംബോഡിയയിൽ വന്നത്. ഞാൻ സഞ്ചരിച്ച സൗത്ത് ഇന്ത്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ കച്ചവടം തുടങ്ങിയ ഒരു രാജ്യമാണ് കംബോഡിയ. നിരവധി എപ്പിസോഡുകളിലായി കംബോഡിയയിൽ എന്ത് കച്ചവടം ചെയ്യണം, എങ്ങനെ ഒരു കച്ചവടം തുടങ്ങിയ ഞാൻ നിങ്ങൾക്ക് പറയുന്നു തരുന്നത്. കംബോഡിയ മാത്രമല്ല, ലാവോസ്, വിയറ്റ്നാം, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, ജപ്പാൻ, മർത്ത ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് കച്ചവടം ചെയ്യാം. പല യാത്രകളിലൂടെ ഞാൻ നേടിയെടുത്ത എന്റെ അറിവുകൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ്. കുറഞ്ഞ മുടമതിലിൽ കച്ചവടം ചെയ്യാവുന്ന വിവരങ്ങൾ അറിയുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ 5 എപ്പിസോഡുകളിലായി കംബോഡിയയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പറഞ്ഞു തരുന്നതും എന്നതേക്കും. കംബോഡിയയിൽ നിങ്ങൾ കച്ചവടം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ആ രാജ്യത്തിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ടതുണ്ട്. വളരെ സൗമ്യപരമായ ജനം കംബോഡിയയിലുള്ളത്. അവരുടെ പെരുമാറ്റത്തിൽ നിന്നെന്ത് ഒരു ശാന്തമായ ജനത. ടൂറിസവും കാസിനോകളും ഇവിടെ സുലഭമായി ഉള്ളതാണ്. വളരെ നല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് വെൽക്കം കൺട്രിയാണ് കംബോഡിയ. ഇല്ലെങ്കിലും ചൈന ബിസിനസ്സുകാരുടെ ആധിപത്യമാണ് കംബോഡിയയിൽ എല്ലാ സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ കറൻസിയുടെ വാല്യൂ ഒരു ഇന്ത്യൻ രൂപയ്ക്ക് 45 രൂപ ആണെങ്കിലും ഫ്ലാക്ച്വേഷൻ ഇല്ലാതെ ഇത് വർഷങ്ങളായി ഈ റേറ്റിൽ തുടരുകയാണ്. കംബോഡിയ UAE പോലെ തന്നെ ഇവിടെ ആ കറൻസി ഫിക്സ് ചെയ്ത പോലെയാണുള്ളത്. ഇവിടുത്തെ എല്ലാ ബാങ്കിന്റെ ATM-കളിൽ നിങ്ങൾക്ക് അമേരിക്കൻ ഡോളർ ഡെപ്പോസിറ്റ് ചെയ്യാനും അതുപോലെ വിഡ്രോവൽ ചെയ്യാൻ സാധിക്കും. വളരെ ലളിതമായ ബാങ്കിംഗ് പ്രൊസീജിയറുകളാണ് കംബോഡിയയിൽ നിലവിലുള്ളത്. നന്ദി. കച്ചവട ആവശ്യത്തിന് വേണ്ടി ക്രിപ്റ്റോ കറൻസികൾ, ഫോർ എക്സാമ്പിൾ USDT, വളരെ വിപുലമായി ഇവിടെ ഉപയോഗപ്പെടുന്നു. 100% വിദേശ ഓണർഷിപ്പിൽ നിങ്ങൾക്ക് ഇവിടെ കച്ചവടം തുടങ്ങാൻ കഴിയും. ഇവിടുത്തെ വാടകയ്ക്ക് വേണ്ടി ബിൽഡിംഗ് കോൺട്രാക്ടുകൾ, ലാൻഡ് കോൺട്രാക്ടുകൾ ഒക്കെ വളരെ ലളിത നടപടികളാണുള്ളത്. 100 ഏക്കർ സ്ഥലം വരെ ഇവിടെ 15 വർഷത്തിൽ കൂടുതൽ ലീസിന് വാങ്ങുകയാണെങ്കിൽ മാത്രമേ ഗവൺമെന്റിനെ അറിയിക്കേണ്ടതുള്ളൂ. നിങ്ങൾ കംബോഡിയയിൽ വന്ന ഒരു കച്ചവടം തുടങ്ങാൻ നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ ഈ സ്റ്റാളുകളിലെ ആളുകളെ പോലെ പ്രാദേശികരുമായി ബന്ധപ്പെടണം. ഓൺ അറൈവൽ വിസ ആണ് ഇന്ത്യക്കാർക്ക്. അതുകൊണ്ട് തന്നെ വിമാന ടിക്കറ്റ് എടുത്ത് നേരെ ഇങ്ങോട്ട് വരാവുന്നതാണ്. നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ അതോടൊപ്പം ടിക്കറ്റും അതുപോലെ തന്നെ ഇവിടെയുള്ള ഹോട്ടൽ ബുക്കിംഗ് നിങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഓക്കെ സാർ, ഞാൻ $1000 നിങ്ങളുടെ കൈവശം വെക്കുന്ന ഇങ്ങനെ ഇവിടെ വരുമ്പോൾ അത് TVS ആയി കണക്കാക്കുന്നത്. 30 ദിവസത്തെ എൻട്രി പെർമിറ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക. 30 ദിവസം കൂടി വിസ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. എന്തൊക്കെ കച്ചവട കംബോഡിയയിൽ ഒരു ഇന്ത്യക്കാരൻ ചെയ്യാം, വിസ പ്രൊസീജിയർ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത ഭാഗം 2 അവതരിപ്പിക്കണം. കംബോഡിയ മാത്രമല്ല, ലാവോസ്, വിയറ്റ്നാം, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, ജപ്പാൻ എന്നൊരു പൂർണ്ണ വിവരം നിങ്ങൾക്ക് ഈ ചാനലിൽ നൽകുന്നു. ഏറ്റവും കുറഞ്ഞ ചിലവിൽ ബിസിനസ് തുടങ്ങാനും ബിസിനസ്സുകാരെ അട്രാക്ട് ചെയ്യാവുന്ന ലളിതമായ നിയമങ്ങളാണ് കംബോഡിയയിലുള്ളത്.